സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. മാന്യരെ, സ്ഥലത്തെ പ്രധാന വായ്നോക്കിയും രാത്രി സഞ്ചാരിയുമായ ഇരട്ടപ്ലാക്കൽ ജീവിതത്തിന്റെ ഈ വൈകിയ വേളയിൽ വിവാഹിതരാവുകയാണ്. ഇനി ഈ നാട്ടിലെ സ്ത്രീജനങ്ങൾക്ക് സ്വസ്ഥമായി നടക്കാം എന്ന് പറയേണ്ടതില്ലല്ലോ. പ്രത്യേകിച്ച് ഒരു പണിയും എടുക്കാത്ത മൂങ്ങ ഇനി മേലനങ്ങുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമ്മളെന്തൊരു ഈ കോലത്തിലൊക്കെ ഞാൻ ഇന്നലെ അമ്മേ പണ്ണി ആരാധന പ്രപ്പോസ് ചെയ്തു. കൈൻഡ് ഓഫ് എന്താ പറയാ അക്സെപ്റ്റ് ആയിരുന്നു. എന്നോട് പറഞ്ഞു അക്സെപ്റ്റ് ആണ്, നാളെ ഒഫീഷ്യലായിട്ട് പറയാന്നാണ് പറഞ്ഞത്. പിന്നെ ഈ ഷാമ്പു ഒരു പെണ്ണിന്റെ പിന്നാലെ നടക്കില്ല, നീ എഴുതി ഒരു പെണ്ണിന്റെ പിന്നാലെ നടക്കില്ല. ഇത് പോയി കഴിഞ്ഞാലേ അത് പോയി കഴിഞ്ഞാ കളർ മാറ്ററാ പോയിട്ട് നമ്മള് പോകുന്നു, നമ്മള് വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് നമ്മള് പോയി കാണുന്നു. നിങ്ങള് രണ്ടുപേരും എന്റെ കൂടെ വരുന്നത്, ഈ ദാസൻ അക്ബറും എന്റെ കൂടെ വരുന്നത്. എന്നിട്ട് ഞാൻ പോയി സംസാരിക്കണം ഒഫീഷ്യലായിട്ട്. എന്താന്ന് വെച്ചാ യെസ് ആണോ നോ ആണോ എന്നുള്ളത് മുഖത്തോക്കി സാക്ഷി നിർത്തി നിങ്ങൾ അറിയണം ആരാധന. വീട്ടിലല്ല അറിയില്ല, ലൊക്കേഷൻ അറിയില്ല. എന്നിട്ട് നോ ആണെങ്കിൽ നമുക്ക് പാർട്ടി ഉണ്ട്. പാർട്ടി ബാർ ബുക്ക് ചെയ്തു. യെസ് ആണെങ്കിൽ വേറെ പരിപാടി. ഈ ബസ്സും കൊണ്ടൊക്കെ വരുന്നേ. എടാ നിനക്ക് എന്താ കഴിക്കുന്നടാ ബ്രിട്ടോ? ശംഭു വെള്ളം വന്നിട്ട് ഞാൻ കല്യാണ ചെറുക്കൻ വരണമെങ്കിൽ കല്യാണ ചെറുക്കന്റെ അപ്പനായിട്ട് ഞാൻ വരും. എന്റെയൊക്കെ ആഗ്രഹമായിരുന്നു ഏതാ ദാസാ ശമ്പുണ്ണന്റെ പെണ്ണ്. പക്ഷേ 50 വയസ്സും 20 വയസ്സും തമ്മിലുള്ള വ്യത്യാസം ഉറപ്പായിട്ടും നിങ്ങക്ക് തോന്നണ ഞാൻ അങ്ങനെ പറയുന്നു. തമാശ അല്ലേ? ഞാൻ ഇത് കഴിഞ്ഞതാ. ശമ്പളം കരഞ്ഞൊക്കെ പറയല്ലോ. എനിക്ക് ഇമോഷണലി ഭയങ്കര എനിക്ക് കെട്ട മുട്ടിയിട്ടാണ് എന്നെ തടയരുത്. നമ്മുടെ ബ്രദേഴ്സാണ് പരിചയപ്പെടും. ഇത് ഈ വൈറ്റ് സൂട്ടുള്ള അക്തർ എന്റെ ചേട്ടനാണ്. ഇത് മൈക്കിൾ ജോസഫ് അനിയന. മൈക്കിൾ ദാർലോ വരിക്കൻ. ഇത് ദാസൻ. ഇത് ചന്ദ്രൻ. സെറ നമ്മുടെ ദാസന്റെ ഫിയാൻസിയാണ്. ഫൈനാൻസ് ആണല്ലേ? ഫൈനാൻസ് അനിയനാണ്. പിന്നെ ഇത് യോഹാൻ, ഇത് നമ്മുടെ കൂടുതൽ അനിയനാണ്. യോഹാൻ മുടി. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു. ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. അത് നമ്മൾ രണ്ടുപേരും മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ബ്രദേഴ്സിൻ്റെയും ഏട്ടന്മാരുടെയും അനിയന്മാരെയും കുടുംബങ്ങളുടെ സാന്നിധ്യത്തിൽ എനിക്ക് ഒന്നുകൂടി പറയണം. ലവ് യു ആരാധ്യ. ഞാനത് ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞെങ്കിലും അതിനുള്ള റിപ്ലൈ ഇന്ന് തരാന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ശംഭു ഒരു വൈറ്റ് കോട്ട് ആണ് ഇട്ടിരിക്കുന്നത്.
കോഴ്സ്. സോ അതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു വൈറ്റ് ഫ്രോക്കാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ ഉത്തരം മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. So, that's an ഇപ്പോഴും പറയുള്ളൂ, വാക്കിന് മാറ്റമൊന്നുമില്ല. എന്തിനും കൂടെ ഉണ്ടാവും. കരിയർ അച്ചീവ് ചെയ്യാനാണെങ്കിൽ ജീവിതത്തിൽ എന്നും കൂടെ ഉണ്ടാവും. okay. നമുക്കൊരു സ്ഥലം വരെ പോയാലോ? Hello. Aircraft is equal to 6 emergency exits. We have 2 forward exit doors, 2 overwing window exits, and 2 aft exit doors. The location of each emergency exit is clearly marked with a sign overhead and lighting on the floor of the aisle leading to exit. The seat back pocket in front of you flight to safety സ്റ്റോപ്പ് കണ്ടിട്ട് നിർത്തിയില്ല വണ്ടി. നീ ഫ്ലൈറ്റിനെയാണ് സ്റ്റോപ്പ് കാണിക്കണം. ഞാൻ ആലോചിക്കണം. എന്നോട് സൈക്കിൾ 2 സൈക്കിൾ കൊടുത്താൽ സൈക്കിൾ വരട്ടെ ഒരു റേറ്റിംഗ്. സൈക്കിളാ എന്നാ പിന്നെ നടന്നു നോക്കട്ടെ. ഗ്രൂമിനും ബ്രൈഡിനും ഒരു സൈക്കിൾ വരും. രണ്ടുപേരും കൂടെ അതിനകത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. സീറ്റ് ഉണ്ടോ? ഇല്ല നിങ്ങൾക്ക് സൈക്കിള് ചോദിക്കട്ടെ, ഈ മധുരാജയിൽ ഇല്ലാത്ത എന്ത് ക്വാളിഫിക്കേഷൻ ആണ്? നീ ശരി. അല്ല ക്വാളിഫിക്കേഷൻ അല്ല മധുരരാജ 10 വരെ പോയിട്ടുള്ളൂ. അത് കോളേജിൽ പോയിട്ടുണ്ട്. അതെ, പോയിട്ടുണ്ട്. ക്യാൻറ്റീനിൽ ക്വാളിഫിക്കേഷൻ ക്യാൻറ്റീൻ ആണോ ചോദിച്ചില്ല, കോളേജ് ആണോ? അതെ കോളേജിന്റെ ഗേറ്റ് അല്ലേ? അതെ, ഏത് കോളേജാ? മെഡിക്കൽ കോളേജാണോ? ഏത് കോളേജാണെന്തോ. എടാ ദാസ, എന്റെ ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് പറഞ്ഞു. ആരാധിക്കും എന്നെ കളിയാക്കിയിരുന്നു. അരിച്ചാക്കി കൊണ്ട് എന്നെ കളിയാക്കി. അങ്ങനെ അടിച്ചടിച്ച് അവർ കത്തിയെ, അല്ല ഇരുമ്പിനെ കത്തിയെ കത്തിക്ക ഒന്നല്ല അറിയൂ, അറിയാം. കുത്താൻ. അങ്ങനെ പൈസ ഉണ്ടാക്കി ജിമ്മിൽ കയറി. ഒരുമിച്ചാണ് അതിന്റെ ഒരു കീഴ്വഴക്കം. It's for you. ഇതോ എനിക്കാണോ? അത് OG McLaren. അപ്പൊ പിന്നെ ഞങ്ങൾ ഹണിമൂൺ ട്രിപ്പിനോടെ വന്നിട്ട് കാണാം.